CPIM നേതാവ് സരിൻ ശശിയാണ് നമുക്കൊപ്പം തത്സമയം കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീ സരിൻ ശശി, വളരെ വേഗത്തിൽ നമുക്ക് ചോദിച്ചും പറഞ്ഞ് മുന്നോട്ട് പോകാം. ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ പ്രകോപന മുദ്രാവാക്യം. കുത്തിയ കത്തിയുമായി വന്നാൽ പുഷ്പചക്രം വെച്ചു തരാമെന്നാണ് CPIM ജില്ലാ സെക്രട്ടറി പറയുന്നത്. കണ്ണൂർ വീണ്ടും അശാന്തമാവുകയാണോ, അശാന്തമാക്കുകയാണോ? കണ്ണൂർ അശാന്തമാക്കാൻ ഒരു വലിയ ശ്രമം കഴിഞ്ഞ കുറച്ച് നാളുകളായി യൂത്ത് കോൺഗ്രസും ഒക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വളരെ സമാധാനപൂർവ്വം മുന്നോട്ട് പോകുന്ന മലപ്പട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വന്ന് ഏറ്റവും അത്യന്തം പ്രകോപനപരമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പ്രകടനം നടത്തി എങ്ങനെയെങ്കിലും ഒരു തീപ്പൊരി ചിതറാൻ സാധിക്കുമെങ്കിൽ ആ തീപ്പൊരിയിൽ നിന്ന് ലാഭം കൊയ്യാൻ സന്നദ്ധമായിട്ട് കോൺഗ്രസ് വരികയാണ്. ഇവിടെ ഇതിന്റെ ഇൻട്രോ ആയിട്ട് തന്നെ നിങ്ങളുടെ ചാനൽ കാണിച്ചിട്ടുള്ളത് രക്തസാക്ഷി ധീരജിന്റെ പിതാവ് രാജേന്ദ്രേട്ടന്റെ ഒരു വീഡിയോ ആണ്. അദ്ദേഹം കറകളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകന്റെ കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ആ മരണം ഉൾക്കൊള്ളാൻ ഇതുവരെയും സാധിക്കാത്തൊരു മനുഷ്യൻ. ഞങ്ങളൊക്കെ നിരവധിയായിട്ടുള്ള കുടുംബങ്ങളിൽ പോകുന്ന ആളുകളാണ്, വിശ്വാസ കുടുംബങ്ങളിൽ പോകുന്ന ആളുകളാണ്. കാലം സാധാരണഗതിയിൽ രക്തസാക്ഷിത്വത്തിന്റെ അല്ലെങ്കിൽ വേർപാടിന്റെ ഒക്കെ ഭാഗമായിട്ട് അവരുടെ മനസ്സകത്ത് ചെറിയ ആ മുറിപ്പാടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനോട് പൊരുത്തപ്പെടാൻ ആളുകൾ സന്നദ്ധമാവാറുണ്ട്. എന്നാൽ ഇപ്പോഴും തന്റെ മകനെ കുറിച്ച് ഓരോ നിമിഷവും ഓർത്ത് ഇങ്ങനെ വിതുമ്പി ജീവിക്കുന്ന മനസ്സാണ് രാജേന്ദ്രൻ. ആ മനുഷ്യന്റെ എല്ലാം ഹൃദയത്തിലേക്ക് ഇന്നലെ യൂത്ത് കോൺഗ്രസുകാർ കോരിയിട്ടിട്ടുള്ള കനൽക്കട്ടകൾ എന്ന് പറയുന്നത് അത് ഒരു കുടുംബത്തെയാകെ നശിപ്പിക്കുന്നതാണ്. ഒരു കോൺഗ്രസ്സുകാരൻ ഒരിക്കലും ആ മുദ്രാവാക്യത്തെ ന്യായീകരിക്കാനാകില്ല. പക്ഷേ ഇവിടെ കണ്ണൂരിന്റെ സമാധാനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. ഇരുഭാഗത്തു നിന്നും ഒരു സംഘർഷം, ഒരു കൈ മാത്രം അടിച്ചാൽ ഒച്ചയുണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ഇരുഭാഗത്തും സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ മലപ്പട്ടത്തെ ചൊല്ലിയാണല്ലോ ഈ തർക്കമെല്ലാം ഉണ്ടാകുന്നത്. മലപ്പട്ടം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഒരു പാർട്ടി ഗ്രാമമാണോ? അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നില്ലേ CPIM? ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിലെ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റ് പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, മറ്റ് പാർട്ടികളില്ല എന്നൊക്കെ ഉള്ളത്. പാർട്ടി ഗ്രാമങ്ങൾ എന്ന പേരിൽ പ്രദേശങ്ങൾ രൂപപ്പെടുന്നത് അത് ചരിത്രപരമായ പല കാരണങ്ങൾ കൊണ്ടാണ്. അത് ചിലപ്പോ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമാവാം, പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള കർഷക പോരാട്ടത്തിനൊക്കെ ഭാഗമാവാം. അങ്ങനെയെല്ലാം ഉള്ള സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഒരു നാടാകെ ഒരു പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കുന്ന അനുഭവമാണ് നമുക്ക് കണ്ണൂരെ കാണാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ കാണുമ്പോഴും ഈ പ്രദേശങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ പ്രവർത്തനം നടക്കാറുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ഈ ആരോപിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അയാൾ കഴിഞ്ഞ കുറെ വർഷമായിട്ട് അവിടെ ജീവിക്കുന്ന ഒരാളാണല്ലോ. അയാളുടെ പിതാവ് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, ഇയാൾ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. ഇത്രയും വർഷമായിട്ടും ആ പ്രവർത്തകർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നു, അവർക്ക് അവിടെ ഈ പറഞ്ഞതുപോലെ കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടി പറ്റുന്നു. അതൊക്കെ സ്ഥാപിക്കാനും ഒക്കെ പറ്റുന്ന നിലക്കേക്കുള്ള ഒരു നാട് മാത്രമാണ് മലപ്പട്ടം എന്ന് പറയുന്നത്. അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് പ്രത്യേകമായിട്ട് വിലക്കൊന്നുമില്ല. അവിടെ കോൺഗ്രസ്സുകാർ മത്സരിക്കാറുണ്ട്, മത്സരിച്ച കോൺഗ്രസിന് വോട്ട് ലഭിക്കാറുണ്ട്, അവിടെ പ്രവർത്തനം സംഘടിപ്പിക്കാറുണ്ട്. അതൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ അവിടെയാണ് പ്രധാനമായി വരുന്ന ഒരു ചോദ്യം. ഞാൻ ഈ മലപ്പട്ടത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ചിത്രം എടുത്തു ജസ്റ്റ് പരിശോധിച്ചു. അവിടെ 2005, 2010, 2015 വർഷങ്ങളിൽ CPIM-നായിരുന്നു ഭൂരിഭാഗം സീറ്റുകളും ലഭിച്ചിരുന്നത്. ഒരേ ഒരു സീറ്റ് ലഭിച്ചിരുന്നത് CPI-ക്കാണ്. കോൺഗ്രസ് 0 പക്ഷേ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ആദ്യമായി കോൺഗ്രസ് അവിടെ ഒരു സീറ്റ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണല്ലോ ശ്രീ സരിൻ ശശി. അപ്പോൾ ഒരു ആവലാതി, കോൺഗ്രസ് ഇനിയും സീറ്റ് പിടിക്കുമെന്നൊരു ആവലാതിയാണ് മലപ്പട്ടത്തെ ഈ വിധത്തിലൊരു സംഘർഷ ഭൂമിയാക്കുന്നത് എന്ന ആരോപണം ഉയർന്നാൽ അതിനെ CPIM-നെ എങ്ങനെ പ്രതിരോധിക്കാനാകും? അല്ല, അതൊക്കെ വസ്തുതക്ക് നിരക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അവിടെ ഒരു സീറ്റ് കോൺഗ്രസിന് കിട്ടിയിരുന്നത് ശരി തന്നെയാണ്. ആ ഒരു സീറ്റ് ഒരു വർഷം കിട്ടിയത് കൊണ്ട് എല്ലാ വർഷവും ആ സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്നൊന്നുള്ള ധാരണ ഞങ്ങൾക്കില്ല. അത് ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ നിരവധി പഞ്ചായത്തുകളുണ്ട്. CPM അൺഓപ്പോസ്ഡായി ജയിക്കുന്ന പഞ്ചായത്തുകളുടെ ഒരു പ്രദേശമാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. ഈ മലപ്പട്ടത്തിന് കുറച്ച് ഇങ്ങോട്ട് വന്നുള്ളത് ആന്തൂർ നഗരസഭയാണ്. ആന്തൂർ നഗരസഭയിൽ മുഴുവൻ സീറ്റും ഭരിക്കുന്നത് CPIM ആണ്. ഞാൻ ജീവിക്കുന്ന പ്രദേശം പയ്യന്നൂരാണ്. എന്റെ തൊട്ടടുത്തിട്ടുള്ള 2 പഞ്ചായത്ത്, കരൂർ പെരളം പഞ്ചായത്തും മറ്റൊന്ന് കാങ്കോൽ ആലപ്പുഴം പോകണം. അവർ 2 സ്ഥലത്തും അൺഓപ്പോസ്ഡ് ആയിട്ടാണ് CPM ഭരിക്കുന്നത്. അങ്ങനെ നിരവധി അൺഓപ്പോസ്ഡ് ആയിട്ടുള്ള പഞ്ചായത്തുകളുള്ള കേന്ദ്രം CPM-ന് കണ്ണൂർ ജില്ലയിലുണ്ട്. അതിൽ പെടുന്നൊരു പ്രദേശമാണ് മലപ്പട്ടം എന്ന് പറയുന്നത്. ഈ മലപ്പട്ടം എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വായനശാലകളുടെ കേന്ദ്രമാണ് മലപ്പട്ടം എന്ന് പറയുന്നത്. ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലെ സർക്കാർ ജീവനക്കാരുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ വലിയ ശതമാനം സർക്കാർ ജീവനക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മലപ്പട്ടം. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ടുണ്ടായതല്ല. ഇതെല്ലാം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടലിലൊക്കെ ഭാഗമായി വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള നാടാണ്. അവിടെ
ഏതെങ്കിലും നിലയിൽ CPM-ന് ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കി ജയിക്കേണ്ട ഒരു കാര്യവും അവിടെ ഇല്ല. കാരണം അവിടെ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അവിടെ ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കുകയോ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാവുന്നതോ എല്ലാം ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കുക CPM-നാണെന്നുള്ള ധാരണ CPM-നുണ്ട്. പക്ഷെ ഇതെന്താ സംഭവം? ഇത് വളരെ ബോധപൂർവമായിട്ട് കോൺഗ്രസ് സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം, ഒരു സംശയം. ഇപ്പോൾ ഈ മലപ്പട്ടത്തെ ഈ സനീഷുമായി ബന്ധപ്പെട്ട് അവിടെ ഗാന്ധി പ്രതിമ തകർത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് കോൺഗ്രസിന്റെ വെർഷൻ. അങ്ങനെയെങ്കിൽ ഒരു ഗാന്ധി പ്രതിമയല്ലേ സനീഷിന്റെ പറമ്പിൽ വെക്കുന്നതല്ലേ, അതങ്ങ് വെച്ചോട്ടെ എന്ന് CPI-ന് വിചാരിച്ചാൽ പോരെ? ഗാന്ധിയുടെ പ്രതിമയല്ലേ, അല്ലെങ്കിൽ പാലക്കാട് നഗരസഭ വെച്ചതുപോലെ ഹെഡ്ഗേവാറിന്റെ പ്രതിമയൊന്നും അല്ലല്ലോ. അതായത് യഥാർത്ഥത്തിൽ ഇത് വസ്തുതക്ക് നിരക്കുന്ന കാര്യമില്ല. ഗാന്ധി പ്രതിമ എന്നൊക്കെ വലിയ നിലയ്ക്ക് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ ഉണ്ടായിട്ടത്? അവിടെ ഒരു കൊടിമരം, ആ കൊടിമരത്തിന് ഉറപ്പേകാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു വാർപ്പിന്റെ ഒരു രൂപമുണ്ട്. ആ വാർപ്പ് രൂപത്തിന് ഇന്ദിരാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, കൃപേഷും ശരത്ലാലും ഉണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരുടെ കൂടെ ഒരു ഗാന്ധിയുടെ ഫോട്ടോ കൂടി ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ ഒരു ഗാന്ധി ശില്പം ഒന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. അതിൽ തന്നെ മഹാത്മാഗാന്ധിക്ക് ഈ പറഞ്ഞ രണ്ട് ഗാന്ധിമാരുമായിട്ടൊരു ബന്ധമില്ല. ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ആയിട്ട് മഹാത്മാഗാന്ധിക്ക് ഒരു ബന്ധമില്ലല്ലോ. അപ്പൊ അതൊരു ഗാന്ധി ശില്പമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വൈകാരികമായിട്ട് കോൺഗ്രസ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിലക്കേക്കുള്ള ഒരു ശില്പം അവിടെ ഇല്ല. പിന്നെ അത് ഒരു ദിവസം രാവിലെ ഈ ഗാന്ധി ശില്പം ഉൾപ്പെടെയുള്ള ഈ കൊടിമരം നശിക്കപ്പെട്ടല്ലോ. എന്താ അതിന്റെ കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്? ഈ സനീഷ് അയാൾ എക്സ് മിലിറ്ററിക്കാരനാണ്, വളരെ ഡിസിപ്ലിനായി ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്. അയാളാണ് കഴിഞ്ഞ 6-ാം തീയതി കണ്ണൂർ കളക്ടറേറ്റ് മുമ്പിൽ നടന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിൽ CPM-ന്റെ ഏതെങ്കിലും കൊടിതോരണങ്ങൾ നശിപ്പിച്ചു എന്നത് മാത്രമല്ല, സർക്കാർ വെച്ചിട്ടുള്ള 4-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർക്കുന്ന ഫോട്ടോ ലഭ്യമാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി അങ്ങോട്ട് അയച്ചു തരാം. ആ ഫോട്ടോ അടിച്ചു തകർക്കുകയാണ്, പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. അങ്ങനെയെല്ലാം തെറി വിളിച്ചും വെല്ലുവിളിച്ചും കേട്ടാറക്കുന്ന ഭാഷയിൽ പെരുമാറിയും വന്ന ഒരാൾ അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായിട്ടുള്ള ചെറിയൊരു കശപിശയുടെ ഭാഗമായിട്ട് വന്ന സംഭവമാണ്. അതിൽ തന്നെ കോൺഗ്രസ് അവിടെ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അവിടെ അവസാനിക്കേണ്ടതാണ്. എന്നാൽ അവരുടെ ഭാഗത്ത് മാത്രമാണോ പ്രശ്നമുള്ളത്? CPI-എമ്മിന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ ഉയർന്നിട്ടില്ലേ? ഇപ്പോൾ ജില്ലാ സെക്രട്ടറി രാഗേഷ് സംസാരിച്ചത് എന്താണ്, KK രാഗേഷ് സംസാരിച്ചത് എന്താണ് എന്നുള്ളത് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നുണ്ട്. മറ്റൊന്ന്, CPI-എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗോപിനാഥന്റെ വാക്കുകൾ, സനീഷിന്റെ അച്ഛൻ വിചാരിച്ചത് നടന്നിട്ടില്ല, പിന്നെയാണ് സനീഷ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതും പ്രകോപനമല്ലേ? സമാധാനം നശിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടേതല്ലേ? യഥാർത്ഥത്തിൽ ഈ രണ്ട് പ്രസംഗവും നടക്കുന്നത് ഏത് സംഭവത്തിന് ശേഷമാണ്? ഇത് രണ്ടും ആദ്യഘട്ടത്തിൽ CPM നേതാക്കന്മാർ പറഞ്ഞാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും K സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, അവരുടെ കൂടെ SDPയുടെ പ്രവർത്തകന്മാർ, ഇവരെല്ലാം ചേർന്നുകൊണ്ട് ചൂളിയാട് മുതൽ മലപ്പട്ടം വരെ ഒരു ജാഥ നടത്തുകയാണ്. എന്താ ജാഥയുടെ മുദ്രാവാക്യം? സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമാണ്. ചൂളിയാട് മുതൽ മലപ്പട്ടം വരെ 4 കിലോമീറ്റർ സഞ്ചരിക്കണം. ആ 4 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ റോഡിന് ഇരുവശവും CPM-ന്റെ ഉരുക്കു കേന്ദ്രങ്ങളാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു CPM-ന്റെ പ്രവർത്തകൻ ഒരു ചെറിയ കല്ലെടുത്തിട്ട് എറിഞ്ഞ് ഈ പ്രകോപനപരമായ മുദ്രാവാക്യത്തെ സമീപിച്ചിട്ടുണ്ടോ? ധീരജനെ കൊന്ന കത്തി ഇനിയും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യം വിളിച്ചത് ആ പ്രദേശത്ത് വെച്ചിട്ടാണ്. ഏതെങ്കിലും ഒരു CPM-ന്റെ പ്രവർത്തകന്മാർ ആ മുദ്രാവാക്യം കേട്ടിട്ട് അതിൽ പ്രകോപിതരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് അത് ഒരാൾ മാത്രം വിളിച്ച മുദ്രാവാക്യമാണ്. എന്തുകൊണ്ടാണ് 4 വർഷമായിട്ടും ആ കേസ് മുന്നോട്ട് പോകാത്തത്? ആ കത്തി കോൺഗ്രസിന്റെ കയ്യിലുണ്ടെങ്കിൽ CPI-എമ്മിന്റെ പോലീസിന് അത് കണ്ടെടുക്കാമല്ലോ എന്നാണ് അവരുടെ പ്രതിരോധം. അല്ല, കത്തി കണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയല്ലല്ലോ ഇവിടെ പരാമർശിക്കപ്പെടേണ്ടത്. അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാവാണ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയാണ്. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹി ഇത്രയും പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ മുദ്രാവാക്യം തടസ്സപ്പെടുത്താൻ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ആ മുദ്രാവാക്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മുദ്രാവാക്യം വിളിച്ചിട്ടും ആ നാട്ടിലെ ഒരു മനുഷ്യരും പ്രകോപിതരായിട്ടില്ല. പക്ഷേ ഏറ്റവും അവസാനം ഒരു പ്രകോപനവും ഉണ്ടാവുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഇതേ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് കല്ലെടുത്തെറിയുന്നു, ചില്ല് പൊട്ടിക്കുന്നു. ആ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പത്രം വായിക്കുകയായിരുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് TK സുലേഖയ്ക്ക് പരിക്കേൽക്കുന്നു. ഇങ്ങനെയെല്ലാം ഉണ്ടായപ്പോഴാണ് അവിടെ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ആ സംഘർഷ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗം സഖാവ് PV ഗോപിനാഥനുമെല്ലാം ആ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വന്നിട്ടുള്ളത്. ഇത് തിരിച്ചുണ്ടാകുന്നുണ്ടല്ലോ. തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇർഷാദിന്റെ വീട് യൂത്ത് കോൺഗ്രസ് നേതാവാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. വാഹനം അടിച്ചു തകർത്തു. പിലാത്തറ, പാനൂർ എന്നിവിടങ്ങളിൽ നിന്നും അക്രമ സംഭവം ഉണ്ടായി. ഈ ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് CPI-എം എന്നാണെന്ന് ആരോപണം. അപ്പോൾ തിരിച്ചുമുണ്ടാകുന്നില്ലേ?
തിരിച്ചും ഉണ്ടാവുന്ന വെച്ചാൽ ഇതിന്റെ യഥാർത്ഥ കാരണം എവിടെയാണ്? നമ്മൾ കാരണമല്ല, ഇതിന്റെ റൂട്ട് കോസല്ല കണ്ടെത്തേണ്ടത്. ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് ജില്ലയെ നയിക്കുന്നത് ആരാണ്? ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് ജില്ലയെ നയിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. അവരാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. അവർക്ക് ലക്ഷ്യമുണ്ട്, വളരെ ബോധപൂർവമായ ലക്ഷ്യമാണ്. എങ്ങനെയെങ്കിലും എരെന്നെങ്കിലും ഒരു രക്തസാക്ഷി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ. കേരളത്തിനകത്ത് കഴിഞ്ഞ 9 വർഷമായിട്ട് യൂത്ത് കോൺഗ്രസും എല്ലാം അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അവർക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ പറയുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ പഴയ പല്ലവി ആവർത്തിക്കേണ്ടതുണ്ട്. കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. കേരളം ഇപ്പോൾ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്. നിങ്ങളുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന വിപ്ലവത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ കോൺഗ്രസിന് തിരിച്ചു വരണമെങ്കിൽ ഇതുപോലെയുള്ള ബോധപൂർവമായിട്ടുള്ള അക്രമ രാഷ്ട്രീയം സൃഷ്ടിച്ചാൽ മാത്രമേ വരാൻ വേണ്ടി സാധിക്കൂ. നിങ്ങൾ നോക്ക്, ഇതെല്ലാം അവിടുത്തെ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ട്. ഏകപക്ഷീയമായി ഞങ്ങൾ പറയുന്ന കാര്യമല്ല. പക്ഷേ ആ അതാണ് വളരെ വ്യക്തമാണ്. സരിൻ ശശി CPIM-ന്റെ കണ്ണൂർ ജില്ലയിലെ നേതാവ് ആണ് നമുക്കൊപ്പം ചേർന്ന്. ഡിവൈഎഫ്ഐ നേതാവ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പട്ടത്തെ പ്രകോപന മുദ്രാവാക്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉൾപ്പെടെ 6 നേതാക്കൾക്കെതിരെ കേസെടുത്തു എന്നൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ വരികയാണ്. ലഹളയുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ പ്രകോപന മുദ്രാവാക്യം മുഴക്കി എന്ന FIR കൂടി എന്ന കുറ്റം കൂടി ചുമത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും CPIM-ന്റെ വാദഗതികൾ വ്യക്തമാണ്. കണ്ണൂരിലെ ജനതയ്ക്ക് സമാധാനം വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്.